പ്രഹരമാണ് വേടൻ പറഞ്ഞു വെക്കുന്നത്. വേടനെതിരെ സംസാരിച്ച ആളുകൾ ആരൊക്കെയാണ്? ഈ NR മധു, KP ശശികല, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വേടനെതിരെ സംസാരിച്ചു. ഈ മേജർ രവി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മേജർ രവി, ഇങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിച്ചു. ഈ ആളുകളുടെ എല്ലാം രാഷ്ട്രീയം എന്താണ്? ഇവരുടെ എല്ലാം രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം BJPയുടെ ഒരു അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ BJP ആണെന്ന് എടുത്തെടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് BJP ആണെന്ന് വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ ഒരു പാർട്ടിയെ കരിവാരി തേക്കുകയല്ല, വെറുതെ ഒരു പാർട്ടിയെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യം എനിക്കുമില്ല. അപ്പോൾ ഇവരാണ് ഇതിലെ മുൻകൈയെടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവരാണ് ഇവരെ വേടനെന്ന് പറയുന്ന വ്യക്തി ഇരയാക്കണം അല്ലെ കരുവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോഴെല്ലാം അറിയാം. അപ്പോൾ അവിടെ വേടൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ എന്നെ ഇനി ആരൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും, ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് എനിക്കുള്ളതുകൊണ്ട് തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. ഈ വേടൻ്റെ പരിപാടി കാണാനായിട്ട് വേണ്ട കാമുകി അവിടെ ഉണ്ടായിരുന്നുള്ളൊരു വീഡിയോ ഞാൻ കാണാനായിട്ട് ഉണ്ട്. അത് സൈഡിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ വേടനെ ലോകം മുഴുവനും കുറ്റം പറഞ്ഞാലും തൻ്റെ കാമുകിക്ക് അറിയാം വേടൻ എന്തായിരുന്നു, ശരിയാണോ തെറ്റാണെന്നുള്ളത്. വേടൻ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഒരു കലാകാരൻ എവിടെയും പോകുന്നില്ല, അതുപോലെ തന്നെ വേടനും എവിടെയും പോകുന്നില്ല. എൻ്റെ കലയിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ